ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കുറേ നാളത്തേക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് കുറച്ച് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേദർ എന്ന് പറയുന്ന ഫിഷാണ്. കോഴിക്കോട് അങ്ങനെയാണ് ഈ ഫിഷിനെ പറയുന്നത്. തൊലി ഉള്ളതാണ്, പക്ഷേ ഞാൻ തൊലി കട്ട് ചെയ്തിട്ടാണ് ഇന്ന് വാങ്ങിച്ചത്. പക്ഷേ ഇന്നലെയും ഞാൻ ഇതേപോലെ തന്നെ അതേ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കട്ട് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ കുഴച്ച് ഈ ഒരു മസാലയിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് നമുക്കതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ അതിലോട്ട് മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാകും. ഞാനത് ഫ്രിഡ്ജിൽ ഇപ്രാവശ്യം വെച്ചില്ല, കാരണം എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഒരു 20 മിനിറ്റ്സ് പുറത്ത് തന്നെയാണ് വെച്ചത്. അതിനുശേഷം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അച്ചാറിനൊക്കെ മീൻ കഷ്ണങ്ങൾ നുറുക്കൂലേ, സെയിം പോലെയാണ് കേട്ടോ ഞാൻ ഈ മീൻ കഷ്ണങ്ങളെല്ലാം നുറുക്കിയിട്ടുള്ളത്. അത് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അത് ഫ്രൈ ആവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് വേറൊരു മസാലയും കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. മിക്സി ജാറിൽ കുറച്ച് ഉള്ളിയും കുരുമുളകും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് സോട്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ഒന്ന് വഴന്ന് വരണം, അത്രേ ഉള്ളൂ. വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ല അതായത് നമ്മുടെ പാനിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് കിട്ടണം കേട്ടോ. ആ രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള മീനിലോട്ട് ഈ മസാല ആഡ് ചെയ്ത് ഒരു 3 മിനിറ്റോളം നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.